ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് പുതിയ വാർഷിക കരാറിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉയർന്ന പ്രതിഫലമുള്ള കാറ്ററിംഗിൽ നിന്ന് താഴേക്കിറക്കാൻ BCCI ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇരുവർക്കും പ്രതിവർഷം 2 കോടി രൂപ കുറവാണ് പ്രതിഫലത്തിൽ ഉണ്ടാക്കുക. T20 ടെസ്റ്റ് ഫോർമാറ്റുകളിൽ ഇരുവരും ഇപ്പോൾ അത്ര സജീവമല്ലാത്ത സാഹചര്യത്തിലാണ് ഈ സുപ്രധാന മാറ്റത്തിന് BCCI ഒരുങ്ങുന്നത്. BCCI എല്ലാ വർഷവും കളിക്കാരെ അവരുടെ പ്രകടനത്തിന്റെയും ഫോർമുലകളിലെ സജീവതയുടെയും അടിസ്ഥാനത്തിൽ 4 കാറ്റഗറികളായി തിരിച്ചാണ് വാർഷിക കരാർ നൽകാറുള്ളത്. A+, AB, C എന്നിങ്ങനെയാണ് ഈ കാറ്റഗറികൾ. ഓരോ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന താരങ്ങൾക്കും നിശ്ചിത തുക പ്രതിഫലമായി നൽകുന്നു. ഈ തുക കളിക്കാർ ഓരോ മാച്ച് കളിക്കുമ്പോൾ ലഭിക്കുന്ന മാച്ച് ഫീ വരുമാനത്തിന് പുറമെയാണ് നൽകുന്നത്. ടീം പരിശീലകനും ക്യാപ്റ്റനും സെലക്ഷൻ കമ്മിറ്റിയും ചേർന്നാണ് താരങ്ങളെ കാറ്റഗറികളായി തിരിക്കുന്നത്. സാധാരണയായി ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളാണ് ഏറ്റവും ഉയർന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാറുള്ളത്. എന്നാൽ A+ കാറ്റഗറി പ്രധാനമായും ഓൾ ഫോർമാറ്റ് പ്ലെയേഴ്സിനുള്ളതാണ്, അതായത് 3 ഫോർമാറ്റുകളിലും സജീവമായി കളിക്കുന്ന താരങ്ങൾക്ക്. നിലവിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും BCCIയുടെ ഏറ്റവും ഉയർന്ന പ്രതിഫലമുള്ള A+ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഈ കാറ്റഗറിയിലുള്ളവർക്ക് പ്രതിവർഷം 7 കോടി രൂപയാണ് പ്രതിഫലം. എന്നാൽ ഇരുവരും T20 ടെസ്റ്റ് ഫോർമാറ്റുകളിൽ അത്ര സജീവമല്ലാത്ത സാഹചര്യമാണ് BCCIയുടെ ഈ നീക്കത്തിന് പിന്നിലുള്ളത്. പുതിയ മാറ്റമനുസരിച്ച് കോഹ്ലിയും രോഹിതിനെയും A കാറ്റഗറിയിലേക്ക് താഴ്ത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. A കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന താരങ്ങൾക്ക് പ്രതിവർഷം 7 കോടി രൂപയാണ് ലഭിക്കുക. ഇതിനർത്ഥം പുതിയ കരാർ നിലവിൽ വരുന്നതോടെ ഇരുവർക്കും പ്രതിവർഷം 2 കോടി രൂപയുടെ കുറവ് വരുമാനത്തിൽ ഉണ്ടാകുമെന്നതാണ് സത്യം. T20യിൽ നിന്ന് വിരമിച്ച രവീന്ദ്ര ജഡേജ നിലവിൽ A+ കാറ്റഗറിയിൽ തുടരുന്നുണ്ട്. അതേസമയം നിലവിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന ടീമുകളുടെ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ ഈ വർഷത്തെ മികച്ച പ്രകടനത്തിന്റെയും എല്ലാ ഫോർമാറ്റുകളിലുമുള്ള സജീവതയുടെയും അടിസ്ഥാനത്തിൽ A+ കാറ്റഗറിയിലേക്ക് ഉയർത്തപ്പെടാനും സാധ്യതയുണ്ട്. യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാ ഫോർമാറ്റുകളിലും കളിക്കുന്ന താരങ്ങൾക്ക് ഉയർന്ന പ്രതിഫലം നൽകാനുമുള്ള BCCIയുടെ നയത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. സ്ഥിരതയായിരുന്ന പ്രകടനവും ഫിറ്റ്നസും കരാറിൽ താരങ്ങളെ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഫിറ്റ് അല്ലാത്ത താരങ്ങളെ താഴ്ന്ന കാറ്റഗറിയിലേക്ക് മാറ്റുന്ന രീതിയും BCCIക്കുണ്ട്. ഏറ്റവും താഴെയുള്ള C കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതിന് പോലും ഒരു താരം നിശ്ചിത എണ്ണം അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുത്തിരിക്കണം എന്ന വ്യവസ്ഥയുമുണ്ട്. കൂടാതെ രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പങ്കെടുക്കുമെന്ന് നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകളും കരാറിലുണ്ട്. ഈ നിയമവുമായി ഒത്തുപോകാത്തതിനെ തുടർന്നാണ് യുവതാരങ്ങളായ ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ എന്നിവരെ BCCI കഴിഞ്ഞ വർഷത്തെ കരാറിൽ നിന്ന് ഒഴിവാക്കിയത്. ദേശീയ ടീമിനായി കളിക്കുന്നതിനോടൊപ്പം ഡൊമസ്റ്റിക് ക്രിക്കറ്റിനും പ്രാധാന്യം നൽകണമെന്ന ശക്തമായ സന്ദേശമാണ് ഈ നിലപാടിലൂടെ BCCI നൽകുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി മുന്നിൽ കണ്ടുള്ള ഈ പുതിയ കരാർ നയം താരങ്ങൾ എല്ലാ ഫോർമാറ്റുകളിലും എത്രത്തോളം സജീവമായി കളിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ സാമ്പത്തിക പ്രതിഫലം എന്ന് വ്യക്തമാക്കുന്നു. ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ കോഹ്ലിയെയും രോഹിതിനെയും താഴ്ന്ന കാറ്റഗറിയിലേക്ക് മാറ്റാനുള്ള ഈ നീക്കം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ കർശനമായ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത്.